ഞങ്ങളിങ്ങനെ ഈറോഡോട്ടുള്ള വഴിയിലാണ്. ആ റോഡ് ഹൈവേ നമ്മുടെ സേലം ഹൈവേയിലാണ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ, റോഡിൽ കൂടി ഇങ്ങനെ സ്പീഡായിട്ട് ഞങ്ങൾ പോവാണ്. ഈ റോഡിൽ ഒരു ഗട്ടറോ കുഴിയോ ഒന്നുമില്ല. നമ്മുടെ കേരളത്തിലെ റോഡുകളിലാണെങ്കിൽ ഇത്രയും സ്പീഡിലോ ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് പോകാനേ പറ്റത്തില്ല. മുഴുവൻ ഗട്ടറും കുഴിയും. നമുക്ക് ക്യാമറ വെച്ച് നാല് വശവും മുക്കിന് ക്യാമറ വെച്ച് മനുഷ്യന്റെ ശരിയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്യാമറയും ഇല്ല. ഞങ്ങളിപ്പോ പോകുന്ന 120 കിലോമീറ്റർ സ്പീഡിലാണ്. 120 കിലോമീറ്റർ സ്പീഡിൽ ഇവിടെ 130, 140 കിലോമീറ്റർ സ്പീഡിലെല്ലാം പോയാലും ഒരു പ്രശ്നമില്ല. ഇവിടെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തിൽ എവിടെ സ്വാതന്ത്ര്യം? ഇവിടെ ഈ വാഹനം ഇത് 3 വരി, ഇവിടെ ഈ സൈഡ് 3 വരിയും ആ സൈഡിൽ 3 വരിയും പാതയാണ്. അപ്പം ഇതിലൂടെ എല്ലാ വാഹനങ്ങളും ഞങ്ങളീ പോകുന്ന 120 കിലോമീറ്റർ സ്പീഡിലാണ്. ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന വാഹനം 120 കിലോമീറ്റർ സ്പീഡിലാണ്. ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും 120 കിലോമീറ്റർ സ്പീഡിലും 130 കിലോമീറ്റർ സ്പീഡിലെല്ലാം പോകുന്നു. ഇവിടെ അങ്ങനെ അപകടങ്ങളും ഒന്നും അധികം നടക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ അപകടങ്ങൾ ഉണ്ടാകാറുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിൽ അപകടത്തോട് അപകടമാണ്. എവിടെ നോക്കിയാലും അപകടമാണ്. അതിൻ്റെ കൂടെ റോഡ് മുഴുവൻ കുണ്ടും കുഴിയും ഡിവൈഡറും കട്ടറും അത് ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുക. എന്നിട്ട് ക്യാമറയും കൂടെ എവിടെയെങ്കിലും ഇച്ചിരി കുറച്ചൊന്ന് സ്പീഡിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ മുഴുവൻ ക്യാമറയാണ്. ക്യാമറ വെച്ച് ആരും അനങ്ങരുത്, ആരും പോകരുത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ദേശത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡുണ്ടാക്കും, എന്നിട്ട് അതിൽ സ്പീഡിന് പോകാൻ പാടില്ല. എന്നാൽ സ്പീഡിന് പോകാനാണ് റോഡുണ്ടാക്കുന്നതാണ് പറയുന്നത്. അത് ഈ ഗവൺമെൻറ്റുകളുടെയും ഒക്കെ നമ്മുടെ രാഷ്ട്രീയ വൃന്ദങ്ങളുടെയൊക്കെ ഒരു വല്ലാത്തൊരു തെറ്റായ തീരുമാനങ്ങളും ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. നോക്കി ഈ റോഡ് ഇത്രയും വലിയ ഒരു ഇത്രയും വേഗതയിൽ പോകണം. എല്ലാ വണ്ടികളും ഈ സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അതാണ് നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ നാടിൻ്റെ ഈ അവസ്ഥയെ.